ഹായ് എവ്രി വൺ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. അനുജ ചൗഹാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ പോപ്പുലർ ഫിക്ഷൻ റൈറ്ററാണ്, സ്ക്രീൻ റൈറ്ററുമാണ്, അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് അഡ്വർടൈസിങ്ങിൽ നിന്ന് എഴുത്തിലേക്ക് മാറിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയുള്ളൊരു വെരി ഷോർട്ട് ഇൻ്റർവ്യൂ. മാത്രമല്ല ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നതൊന്നുമില്ല, ഒറ്റ വായിക്കലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. മെയിനായിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ അവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് അഡ്വർടൈസിങ്ങിൽ നിന്ന് എഴുത്തിലേക്ക് മാറിയതെന്നാണ്. അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരുന്ന ഒരു അഡ്വർടൈസർ ആയിരുന്നു അവർ. അവരാണ് പെപ്സിയുടെ "യേ ദിൽ മാംഗേ മോർ", "ദ ഹാർട്ട് ഡിസയേഴ്സ് മോർ" എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടാഗ് ലൈനൊക്കെ കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസർ എങ്ങനെയാണ് എഴുത്തിലേക്ക് മാറി വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ആൻസേഴ്സാണ് അവർ പറയുന്നത്. എഴുത്തിഷ്ടമായിരുന്നു ആൻഡ് ക്രിയേറ്റീവ്ലി ചിന്തിക്കുക എന്നുള്ളത് അത് അവർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. മാത്രമല്ല അങ്ങനെയാണ് അവർ ചുറ്റുമുള്ള വേൾഡിൻ്റെ ഒരു സെൻസ് ഉണ്ടാക്കുന്നതും അതിലേക്ക് റിലേറ്റ് ചെയ്യുന്നതും അവർ എഴുത്തിലൂടെയാണ്. മാത്രമല്ല അവർ സിംഗിങ്, ഡാൻസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്രയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, ആ ഒരു ടൈപ്പ് ആളാണ് എന്നാണ് അവർ പറയുന്നത്. അവർ ആക്ച്വലി എക്കണോമിക്സ് മേജറാണ്, എന്നിട്ടും അവർ അഡ്വർടൈസിങ്ങിലേക്ക് എത്തിപ്പെട്ടതും അങ്ങനെയാണ്. അവർ ക്രിയേറ്റീവ് ഐഡിയ എന്നുള്ള ഒരു ഇതിൽ ബേസ് ചെയ്തിട്ടാണ് അവർ വന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് എഴുത്ത് ഇത്ര ഇഷ്ടം എന്നുള്ളതാണ്. മാത്രമല്ല എഴുത്താവുമ്പം ആ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളായിരിക്കും, എഴുത്തുകാരനായിരിക്കുമല്ലോ. എഴുത്തുകാരൻ അവന് വേണ്ടത് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഹീസ് ഇൻ അല്ലെങ്കിൽ ഷീസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് എഴുത്ത് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അതാണ് ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ഇൻ്റർവ്യൂവർ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർവ്യൂവർ സംസാരിച്ച കുറേ എഴുത്തുകാർ പറഞ്ഞത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണോ നിങ്ങൾക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത് അതെ, എപ്പോഴും നമ്മുടെ മൈൻഡിൽ ദർ ഈസ് സംതിങ് ഗോയിങ് ഓൺ ഇൻ യുവർ ഹെഡ്. അങ്ങനെ ലാപ്ടോപ്പ് എടുത്ത് എഴുതാനിരിക്കുമ്പോൾ അതങ്ങനെ പുറത്തേക്ക് വരുന്നു, എഴുതുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ഒരു ദിവസം 1000 വാക്കുകൾ വരെ എഴുതും എഴുതാനിരുന്ന് കഴിഞ്ഞാൽ. അല്ലാത്ത സമയത്താകുമ്പോൾ അവർക്ക് എന്ത് എഴുതണമെന്നോ ചിലപ്പോൾ അതിൻ്റെ തീം വേണമെന്നോ ഒന്നും അറിയുണ്ടാവില്ല. പക്ഷെ അവർ ആ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരു ദിവസം 1000 വേർഡ്സ് വരെ എഴുതുന്നവർ പറയുന്നുണ്ട്. പിന്നീട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത് അനുജ ചൗഹാൻ കൺസീവ് ചെയ്തെടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. അതാണ് ACP ഭവാനി സിംഗ്. അവരുടെ ഒരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ട്. സെൻട്രൽ ക്യാരക്ടർ ഈ ഒരു പോലീസുകാരനാണ്. ആൻഡ് ഷീ ഫോക്കസസ് ഓൺ റോം ക്രോം, വാട്ട് ഷീ കോൾസ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ റോം കോം എന്ന് പറയും, അതായത് റൊമാൻസ് ആൻഡ് കോമഡി. ഇത് റൊമാൻസ്, ക്രൈം ആൻഡ് കോമഡി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹ്യൂമർ ഇതുള്ള ഒരു കൈൻഡ് ഓഫ് സീക്വൻസുള്ള ബുക്സാണ് അതെല്ലാം. അതിലെല്ലാം മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോലീസുകാരനാണ്. അപ്പം ഈ പോലീസുകാരൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കൊരു അങ്കിൾ ഉണ്ടായിരുന്നു, രോഹിതാഷ് മാമ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹി വർക്ക്ഡ് ഇൻ മീററ്റ് പോലീസ്. മാത്രമല്ല അവരുടെ മുത്തശ്ശനും പോലീസുകാരനായിരുന്നു. ആൻഡ് അവിടെ താമസിച്ചിരുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുമായിരുന്നു. സോ അവർ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഈ സീരീസുകളും സിനിമകളും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പോലീസിൻ്റെ ഇമേജ് ഉണ്ട്, ഭയങ്കര റഫായിട്ടുള്ള അങ്ങനെ ഒരു പേഴ്സോണ. അത് എപ്പോഴും അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ചുറ്റും വെക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അനുജ പറയുന്നത് എന്താ, അവർ കണ്ടിട്ടുള്ള പോലീസുകാർ അങ്ങനെയല്ല. അവർ കണ്ടിട്ടുള്ളത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, നൈസായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് പോലീസ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ് അവർ കണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നാണ് അവർ ഈ ഒരു ACP ഭവാനി സിംഗ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നത്. അപ്പം ഈ ക്യാരക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് ഒരു കൺഫെഷൻ, ഒരു കുറ്റസമ്മതം നടത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് തല്ലി ഫിസിക്കലി വയലൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അതല്ലാതെ ഇങ്ങനെ ഫോഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ അയാൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ അയാളുടെ ഹൃദയം തുറക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാകുമ്പോൾ ആളുകൾ ശരിക്കും നിങ്ങളോട് സംസാരിക്കും. അങ്ങനെയാണ് ക്രൈമൊക്കെ തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് ഭവാനി സിംഗിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നീട് അവരോട് ചോദിക്കുന്നത് ഈ ബുക്കുകളൊക്കെ സിനിമയായിട്ടും സീരീസായിട്ടും ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അവരുടെ സ്വന്തം ബുക്ക് തന്നെ അങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനുജ ചൗഹാൻ എഴുതിയിട്ടുള്ള ക്ലബ് യു ടു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ബുക്കുണ്ട്. അതായത് ഡൽഹിയിലെ ഒരു ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ക്ലബ്ബിൽ ഒരാൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചാണ്. ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് മർഡർ മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് മൂവി എടുത്തിരിക്കുന്നത്. അതിൽ ഈ ACP ഭവാനി സിംഗ് ആണ് അതിലെ ഒരു മെയിൻ ക്യാരക്ടർ. അത് ചെയ്തിരിക്കുന്നത് പങ്കജ് ത്രിപാഠിയാണ്. പിന്നെ സാറ അലി ഖാൻ, കരിഷ്മ കപൂർ, അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവരതിൻ്റെ ഒരു ഫസ്റ്റ് കട്ട് എഡിറ്റ്, ഫുൾ ലെങ്ത് എഡിറ്റ് കണ്ടു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നീട് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അവർ ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അപ്പോൾ അവരോട് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഒന്നുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. അവർക്ക് 2-3 ഐഡിയാസൊക്കെ വരുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ മൂവി ഉണ്ട്, അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സീക്വൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതേ ക്യാരക്ടർ ACP ഭവാനി സിംഗ് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഒരു ബുക്കും കൂടെ, ഒരു സീക്വലും കൂടെ ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല അവരോട് ആളുകൾ ഒരുപാട് റൊമാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്ക്സ് എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ റൊമാൻറ്റിക് ജോണറിനെക്കുറിച്ച് അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ കാരണം അവർ കൂടുതലായിട്ടും ക്രോമിലാണ്, നേരത്തെ ഞാൻ പറഞ്ഞത് റൊമാൻസ് ക്രൈം കോമഡി, അതിലാണ് അവർ കൂടുതലായിട്ടും എഴുതുന്നത്. ഈ ഭവാനി സിംഗിൻ്റെയൊക്കെ സ്റ്റോറീസ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇന്നും കൂടെ ഞാൻ കുറച്ച് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കൂടുതൽ റൊമാൻസ് വേണം, നിങ്ങൾ എഴുതുന്നുണ്ടെന്നറിയാം, പക്ഷേ അതല്ലാതെ കൂടുതൽ റൊമാൻസ് ഇൻവോൾവ് ചെയ്തിട്ട് ബുക്കുകൾ എഴുതണം എന്നവർ ആവശ്യപ്പെട്ടു എന്നും കൂടെ അവർ പറയുന്നുണ്ട്. പിന്നീട് അവരോട് ചോദിക്കുന്നത് ഡു യു സീ യുവർ സെൽഫ് റൈറ്റിംഗ് മിൽസ് ആൻഡ് ബൂൺ കൈൻഡ് ഓഫ് സ്റ്റഫ് എന്നാണ്. മിൽസ് ആൻഡ് ബൂൺ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. മിൽസ് ആൻഡ് ബൂൺ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൊമാൻസ് നോവൽസ് പബ്ലിഷിംഗ് പബ്ലിഷേഴ്സാണ്. അവർ കൂടുതലായിട്ടും റൊമാൻറ്റിക് കാര്യങ്ങളാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തേത് എഴുതുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അല്ല, എനിക്ക് കൂടുതലും ഫണ്ണി ആയിട്ടുള്ള തമാശകളുള്ള ബുക്കുകൾ എഴുതാനാണ് ഇഷ്ടം. അവർക്ക് ഹ്യൂമറാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് അനുജ പറയുന്നത്. മാത്രമല്ല അവരെ തന്നെ ചിരിപ്പിക്കുന്നത്, അതായത് അവരിപ്പോൾ ഒരു ഡയലോഗ് എഴുതുന്ന സമയത്ത് അതൊരു കോമഡി ആണെങ്കിൽ അവരെ തന്നെ ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിലുള്ളത് എഴുതാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റീരിയോ ടൈപ്സ്, നമ്മൾ ഇന്ത്യൻ മസാല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു സോഷ്യൽ കമൻട്രി പോലെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറച്ച് കോമഡി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവതരിപ്പിക്കാനാണ് താല്പര്യം എന്നാണ് അനുജ പറയുന്നത്. നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ ബിഹേവിയർ, നമ്മൾ സാധാരണ ഇങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യൻസിന് മാത്രമായിട്ട് ടിപ്പിക്കലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ പൊളിറ്റിക്സ്, ഇൻസെക്യൂരിറ്റീസ്, നമ്മൾ ഗോസിപ്സ് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നർമ്മം കൂടെ ചാലിച്ച് അത് എഴുതാനാണ് ഇഷ്ടം എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അങ്ങനത്തെ സെറ്റിങ്ങുകളിൽ എന്തും ഇൻക്ലൂഡ് ചെയ്യാൻ, അതായത് ഇപ്പോൾ റൊമാൻസ് ആണെങ്കിലും മേർഡർ ആണെങ്കിലും അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനാണ് ഇഷ്ടം എന്നാണ് അവർ പറയുന്നത്. ആ സെറ്റിങ്സിനോടാണ് അവർക്ക് താല്പര്യം. അവരുടെ ഫാമിലിക്ക് അവരുടെ ബുക്കുകളെല്ലാം ഇഷ്ടമാണെന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ഫാമിലി അങ്ങനെ എന്തെങ്കിലും വേറെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് അവരുടെ പബ്ലിഷർ ഒരിക്കലും അവർക്കൊരു ഓഫർ കൊടുക്കുകയുണ്ടായി, എന്ത് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടൊരു ബുക്ക് എഴുതുമെന്നുള്ളത്. അവരപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് ഞാനൊരു എക്സ്പേർട്ട് അല്ല ആ കേസിൽ, ആൻഡ് മാത്രമല്ല അവരുടെ കുട്ടികൾ അവരെ കൊല്ലും അവരൊരു പാരൻറ്റിങ്ങിൻ്റെ ഇതിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ്. കാരണം അവരെല്ലാവരും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, എവരിബഡി മേക്സ് മിസ്റ്റേക്ക്, സോ അവരൊരു എക്സ്പേർട്ടൊന്നും അല്ല ആ കാര്യത്തിൽ എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാവർക്കും അവരുടെ ബുക്കുകളിൽ പലതും പല ഫേവറേറ്റ് ആണ്. ആൻഡ് അവർക്കൊരു ഫേവറേറ്റ് ബുക്കുണ്ടോ അവരെഴുതിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇല്ല. കാരണം അത് കുട്ടികളെ പോലെയാണ് ബുക്ക് എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് അവരുടെ പാൻഡമിക് ടൈം എങ്ങനെയാണ് അവർ സ്പെൻഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ ആ സമയത്താണ് ക്ലബ് യു ടു ഡെത്ത്, നേരത്തെ നമ്മൾ സിനിമ ആക്കിയെന്ന് പറഞ്ഞ ആ ബുക്ക് എഴുതിയത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒത്തിരി അധികം പട്ടിക്കുട്ടികളെ, പപ്പീസിനെ അവർ ആ സമയത്ത് എടുത്ത്, സ്ട്രേ പപ്സിനെയൊക്കെ എടുത്ത് വളർത്തുകയും അവർക്ക് ഷെൽട്ടർ കൊടുക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ദ ഫാസ്റ്റ് ആൻഡ് ദ ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലാസ്റ്റ് അവർ എഴുതിയ ബുക്കിനകത്തും ഒത്തിരി ഇങ്ങനെ പപ്പീസ് ഉണ്ടെന്ന് അവർ പറയുന്നത്. കാരണം അതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്ന ലേഡി അവർ സ്ട്രേ ഡോഗ്സിനെ ഇഷ്ടമില്ലാത്തതാണ്.
അപ്പം അവർ പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കോളനി എടുത്തു കഴിഞ്ഞാൽ, കോളനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ആൾക്കാരുടെ റെസിഡൻറ്റ് കോളനിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെ 2 സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. ഒന്ന് സ്ട്രേ ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ, ഒന്ന് സ്ട്രേ ഡോഗ്സിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഈ ലേഡി അങ്ങനെയായിരുന്നു. ആൻഡ് മാത്രമല്ല അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വലിയൊരു എസ്റ്റേറ്റൊക്കെ ഉണ്ട്, കോഫി എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരിക്കൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവർ സ്ട്രേ ഡോഗ്സിനെ വെടിവെക്കും. പക്ഷെ അങ്ങനെ ഒരിക്കൽ വെടിവെച്ചത് ആക്ച്വലി ഒരു ആളെ ആയിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് അതൊരു മേർഡറാണ് ഉണ്ടായെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ലൈനിലാണ് ആ ബുക്ക് പോകുന്നത്. പിന്നീട് അവർ പറയുന്നത് അവരുടെ തന്നെ ഒരു ഭയങ്കര ഫേവറേറ്റാണ്. ലൈക്ക് അവരൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ഡയലോഗ് എഴുതിയാൽ അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ഡയലോഗ് എഴുതിയാൽ അവരത് വളരെയധികം എൻജോയ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് അവരോട് ചോദിക്കുന്നത്, ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ബുക്ക് വായിക്കുന്നില്ല, കൂടുതലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെയാണ് എല്ലാവരും സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് നമുക്ക് റീഡേഴ്സിന്, ടീനേജേഴ്സിനെയൊക്കെ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കതിൽ അത്രയും ക്രിട്ടിസൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം അവർ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഒത്തിരിയധികം വീഡിയോസ് കാണുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കതിനെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. മറ്റേത് നമ്മൾ കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സിൽ തീരുന്നതാണ്. അതായത് ഇപ്പോൾ ഷോർട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ റീൽസ് ആണെങ്കിലൊക്കെ. നേരെ മറിച്ച് ഒരു ബുക്കിനോട് നമുക്ക് ഉണ്ടാകുന്നത് കുറച്ചും കൂടെ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ആൻഡ് ഇന്നത്തെ കാലത്ത് ആർക്കും ലോങ് ടേം റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല. ബട്ട് ബുക്സ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചധികം സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും കിട്ടുള്ളൂ. ആൻഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ച് അതിലേക്ക് പോവും. അപ്പോൾ അവർ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് അത്രയ്ക്കധികം കൺസേൺഡ് അല്ല. കാരണം ഒരു നല്ല കഥയാണെങ്കിൽ അത് വായിക്കാൻ ആളുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവരോട് ചോദിക്കുന്നുണ്ട് ഷോർട്ട് സ്റ്റോറീസ് എഴുതുക. കാരണം അവർ കൂടുതലായിട്ട് നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസ് എഴുതുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. അവർ അഡ്വർടൈസിങ്ങിലായതുകൊണ്ട് തന്നെ അവർ കോളംസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെറിയ ഫോർമാറ്റിലും കംഫർട്ടബിൾ ആണ്. പക്ഷേ അവർക്ക് നോവൽസ് എഴുതാനാണ് താല്പര്യം കൂടുതൽ. പിന്നീട് അവരോട് ചോദിക്കുന്നത് അവരുടെ ഫേവറേറ്റ് ഓഥേഴ്സ് ആരൊക്കെയാണെന്നാണ്. അപ്പം അവർ റൊമാൻസിലാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് ഓഥർ ജോർജറ്റ് ഹെയർ, മെക് ക്യാബർട്ട്, അതുപോലെ തന്നെ ജോസഫ് ഹെല്ലർ, അതുപോലെ വേറെ ഒരാൾ വിക്രം സേത്ത്, ഇന്ത്യൻ റൈറ്ററാണ് വിക്രം സേത്ത്. പിന്നീട് ഒരാൾ സൂസൻ ഹോവാച്ച്. ഇങ്ങനെ ഇത് ഡിഫറെൻറ്റ് ഓഥേഴ്സാണ്. ആൻഡ് റീസെൻ്റ്ലി അവർ ടാറ്റ ലിറ്ററേച്ചർ ലൈവ്, അതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റാണ്, അവിടെ ജഡ്ജായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 30 ദിവസത്തിൽ 30 ബുക്ക് അവർക്ക് വായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആൻഡ് അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം ബുക്സ് ഉണ്ടായിരുന്നു. ഒന്ന് സൊണോറ ഝാ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓഥർ എഴുതിയ ലാഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. പിന്നെ ദ സീക്രട്ട് ഓഫ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള തേജസ്വിനി ആപ്തെ റാം എഴുതിയൊരു ബുക്ക്. അതിനായിരുന്നു സമ്മാനം കിട്ടിയത്. അപ്പോൾ അവർ റീഡിങ്ങിനുള്ള ഒരു പ്രോസസ്സ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് അവരോട് റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാ ഇന്ത്യൻസും വായിച്ചിരിക്കേണ്ട ബുക്സ് എന്നുള്ളത്. അത് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ റീഡേഴ്സിനോട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വായിക്കണം, വെറുതെ വായിച്ചാൽ പോരാ, വാങ്ങിയിട്ട് വായിക്കണം എന്നാണ് പറയുന്നത്. ബൈ ആൻഡ് റീഡ് എന്നാണ് പറയുന്നത്. അതായത് നോർമലി എല്ലാവരും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്നെങ്കിലും വായിച്ചിട്ടാണെങ്കിലും വായിച്ചാൽ മതി എന്നാണ് പറയാറ്. പക്ഷേ ഇവർ പറയുന്നത് എന്താ, നിങ്ങൾ ബുക്ക് വാങ്ങി തന്നെ വായിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഫിസിക്കലി വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ ബ്രെയിനിലോട്ട് ഡയറക്റ്റ്ലി അതൊരു നമ്മൾ ഹാർഡ്വെയറിൽ സ്റ്റോർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലേക്ക് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പോലെ സ്റ്റോർ ആവും. നേരെ മറിച്ച് നമ്മൾ കിൻഡിലിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ വായിക്കുമ്പോൾ അതിനുള്ള എഫക്റ്റും അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ ഇൻ്റർവ്യൂ ആണ്. അഞ്ജയുടെ ആൻസേഴ്സും വളരെ സിമ്പിളാണ്. ഞാൻ അതിൻ്റെ നോട്ട്സായിട്ട് എന്തായാലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.